സാർ, എനിക്ക് ആ വണ്ടിയുടെ താക്കോലൊന്ന് വേണം. എന്താ കാര്യം? ഒന്നും വ്യക്തമല്ല സാർ. എവിടെ നിന്നൊക്കെയോ കേട്ട എന്തോ കാര്യങ്ങൾ, ആരുടെയൊക്കെയോ ഫോൺ കോളുകൾ. അവർക്ക് ആനന്ദിനെയാണ് സംശയം. അയാളുടെ സിസ്റ്ററിന് ഒരുപക്ഷെ ഞാൻ ലേറ്റ് ആയാൽ ഞാൻ വിളിക്കാം. ഓക്കെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിന്റെയൊക്കെ ബോസ് ഉണ്ടല്ലോ, പറയടാ, എന്തിനാ അവൻ എന്നെ ഒറ്റിക്കൊടുത്തത്? ശേഖർജി സാറിനെ ഒറ്റിക്കൊടുത്തത് കാശിന് വേണ്ടിയല്ല, സാറിനെ രക്ഷിക്കാനാ. വേറെ പോംവഴിയില്ലാഞ്ഞിട്ടാ ശേഖർജി കോടതിയിലാ കടുങ്കൈ ചെയ്ത്. സാറിനെ ചതിച്ചവർക്കെതിരെയുള്ള തെളിവിന് വേണ്ടിയിട്ടാ ശേഖർജി അന്ന് മുതൽ ഇന്ന് വരെ പരക്കം പായുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സാറിനത് മനസ്സിലാവും. കീർത്തി, 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 ലിസൺ ടു മീ. കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, കീർത്തി, ഞാൻ പറയുന്ന കേക്ക്. കീർത്തി, 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 കീർത്തി. ഹലോ അങ്കിൾ, ഇത് ഞാനാ, ശേഖറിന്റെ ക്വാർട്ടേഴ്സാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ശേഖറിനെ
ശേഖരനെ നമ്മൾ വല്ലാതെ സംശയിച്ചു. എനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകളും രേഖകളുമാണ് അയാൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഹി വാസ് ട്രൈങ് ടു ഹെൽപ്പ് മീ. എനിക്ക് ശേഖരനെ ഉടനെ കാണണം. ആനന്ദ്, ഞാനിപ്പോ വീട്ടിലല്ല, ഹോസ്പിറ്റലില്ല. അങ്കിൾ, കീർത്തി എവിടെ? എന്താ പറ്റിയ? പരിഭ്രമിക്കാനൊന്നുമില്ല. ഒബ്സർവേഷന് വേണ്ടി ICU കിടത്തിയിരിക്കുന്നേ. എല്ലാറ്റിനും നന്ദി പറയേണ്ടത് ശേഖരനോടാണ്. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വിളിച്ചതും. ഛേ, ഞാനും കാര്യം മനസ്സിലാക്കാതെ. എന്നെയും കൂടി രക്ഷിക്കാനായിരുന്നു ഈ നാടകമെങ്കിൽ അത് പറയാമായിരുന്നു. പറഞ്ഞിരുന്നുവെങ്കിൽ താനത് സമ്മതിക്കുമായിരുന്നു. ഇല്ല, തെളിവുകളൊക്കെ കൂടുതലും തനിക്കെതിരായതുകൊണ്ടാണ് കോടതിയിലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ അകത്ത് പോയി കിടന്ന പുറത്ത് നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല എന്നെനിക്കറിയാമോ? യു ആർ റൈറ്റ്. ആനന്ദിനോട് മിസ്സിംഗ് ആവാൻ ഞാൻ പറഞ്ഞും പോയി, പിന്നെ അങ്ങോട്ട് ആളിനെ കിട്ടുന്നുമില്ല. ഞാൻ വല്ലാതെ വെള്ളം കുടിച്ചു പോയി എൻ്റെ ശേഖരൻ. ഇതുവെല്ലാം കീർത്തിയോട് പറയാൻ പറ്റും. നല്ലപോലെ പൊട്ടിത്തെറിച്ചാ ഞാൻ അവളുടെ മുമ്പിൽ പിടിച്ചു നിന്നത്. എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ആ ഗണ്ണിന്റെ കാര്യമാണ്. താൻ എന്തിനാ അന്ന് അവിടെ പുതിയ റിവോൾവറായിട്ട് വന്നത്? പുതിയ ലോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് എടുത്തോളാൻ സീനിയർ ഓഫീസർ പറഞ്ഞു. ഗൺസ് എനിക്കൊരു ക്രേസാ. അത് ഇക്ബാൽ സാറിന് നന്നായിട്ട് അറിയാം. ആര്? ആരെന്നാ പറഞ്ഞ? ഇക്ബാൽ സാർ. താൻ തന്നെ പോണം. ഒരു പുതിയ കൺസൈൻമെന്റ് ഓഫ് ഗൺസ് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ഞാൻ എൻ്റർ ചെയ്തോളാം. അയാൾ സ്വന്തം താല്പര്യപ്രകാരം പോവുകയാണ്. എന്നെ നിർബന്ധിച്ച് ഇയാൾ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. ഇതുപോലൊരു റിവോൾവർ പണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. എന്നെ ചതിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച എന്റെ റിവോൾവർ. ആ ചതിയുടെ മോട്ടിവേഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയണം. Tell me! Tell me! ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് വലിയ ട്രാപ്പിൽപ്പെട്ടവനാ ഞാൻ. എ ഫേറ്റൽ ട്രാപ്പ്. എന്റെയും എന്റെ സീനത്തിന്റെയും മോളുടെയും ജീവൻ. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യു ജസ്റ്റ് കിൽ മീ ആനന്ദ്, കിൽ മീ. ഞാനൊരാൾ മരിച്ചാൽ ഒരുപക്ഷെ എന്റെ ഭാര്യയും കുട്ടിയും അവരെങ്കിലും രക്ഷപ്പെടും. നിങ്ങളൊരു ഉഗ്രൻ പെർഫോമറാണ് മിസ്റ്റർ ഇക്ബാൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല.
മരണത്തിന് മുമ്പിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ ജീവന് വേണ്ടി ആരും പ്രാർത്ഥിക്കും. തന്റെ ആ പ്രാർത്ഥന ഫലിക്കണം. കോടതിക്ക് തന്നെ വേണം ജീവിച്ചിരിക്കുന്നൊരു തെളിവായിട്ട്. അതുവരെ സുരക്ഷിതമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കണം സാർ. വിളിച്ച അവന്മാരെ അറിയിക്കുക ഞങ്ങളെ ഒരുമിച്ച് കണ്ടു, ഇനിയും ഒരുമിച്ച് കാണേണ്ടി വരുമെന്ന്.